മിഡിൽ ഈസ്റ്റിലേക്ക് മെയിൻലി UAE ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന 5 രീതികൾ നമുക്കിന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ റെഫറൻസ്. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല, പക്ഷേ അത്യാവശ്യം കോൺടാക്ട് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള വേ ആണ്. രണ്ടാമത്തെ കാര്യം ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഒരുപാട് വെബ്സൈറ്റ്സും അതുപോലെ ക്ലാസിഫൈഡ്സും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഗവൺമെന്റ് ജോബ്സിനെ കുറിച്ചും പ്രൈവറ്റ് ജോബ്സിനെ കുറിച്ചിട്ടുമുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെബ്സൈറ്റ്സിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ വെബ്സൈറ്റുകളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കമ്പനീസ് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മെയിൽ ID അല്ലെങ്കിൽ HR മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അങ്ങനെ കിട്ടുന്ന മെയിൽ IDയിലേക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ CV പ്ലസ് നിങ്ങളുടെ ഒരു കവർ ലെറ്ററോട് കൂടിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കമ്പനീസിന്റെ വെബ്സൈറ്റിൽ ഡയറക്റ്റ്ലി കയറി കഴിഞ്ഞാൽ കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ കമ്പനിയിലേക്ക് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ കാര്യം വോക്ക്-ഇൻ ഇന്റർവ്യൂസ്. എല്ലാ ഫീൽഡിലേക്കും വോക്ക്-ഇൻ ഇന്റർവ്യൂസ് നടക്കാറില്ല, എന്നാലും സെയിൽസ് പോലെയുള്ള കുറെ ഫീൽഡിലേക്കൊക്കെ ഇഷ്ടം പോലെ വോക്ക്-ഇൻ ഇന്റർവ്യൂസ് വരാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വോക്ക്-ഇൻ ഇന്റർവ്യൂസ് ഒരു സ്കാം അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കൊണ്ട് മാത്രം അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. പ്രൊഫഷണൽ ഫീൽഡിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ജോബ്സിനൊക്കെയുള്ള വോക്ക്-ഇൻ ഇന്റർവ്യൂസ് വളരെ ടഫ് ആയിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം ഡയറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. നമ്മൾ ഏതെങ്കിലും കമ്പനികളിലേക്ക് ചെന്നിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷം നമ്മുടെ CV അവിടെ ഡ്രോപ്പ് ചെയ്യുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക.